ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയും ഇന്നുമായിട്ടുള്ള 2 സൈനിങ് അനൗൺസ്മെൻറ്റുകൾ ശരിക്കും ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട്. ഇന്നലെ 22 വയസ്സുകാരനായ ജർമ്മൻ താരത്തിൻ്റെ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി ആയിട്ട് പ്രഖ്യാപിച്ചതെങ്കിൽ ഇന്ന് മറ്റൊരു ഫ്രഞ്ച് താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫ്രഞ്ച് താരം കെവിൻ യോക്കെ എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. മുൻ PSG താരമാണ് ഇദ്ദേഹം. മുൻ PSG താരമാണെന്ന് പറയുമ്പോൾ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്നാൽ PSG B ടീം പ്ലെയർ ആയിരുന്നു കെവിൻ യോക്കെ. ലെഫ്റ്റ് വിങ്ങറാണ് ഇദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് പൊസിഷൻ എങ്കിലും സെക്കൻഡ് സ്ട്രൈക്കറും അതുപോലെ തന്നെ റൈറ്റ് വിങ് പൊസിഷനും കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നതാണ്. എന്ത് തന്നെയായാലും അത്ര മികച്ച പ്രൊഫൈലല്ല എങ്കിൽ കൂടി അറ്റാക്കിങ്ങിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു മുതൽക്കൂട്ട് തന്നെ ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ISLൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ക്ലബ്ബുകളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് സാലറി കുറവുള്ള താരങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ റീസൺ. സോ ഇവിടെ ഹൈ പ്രൊഫൈൽ താരങ്ങളെ ലഭിച്ചില്ല എന്നുള്ളതൊരു പരാതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി ഇത്തവണ വിദേശ താരങ്ങളില്ലാതെ ഫുൾ ഇന്ത്യൻ സ്ക്വാഡുമായി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്നുള്ളതിന് വളരെ വലിയൊരു ആശ്വാസമായി തന്നെയാണ് വളരെ പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ള സൈനിങ് അനൗൺസ്മെൻറ്റ്. സോ അപ്പോൾ ഇനി ടീം വിട്ട് പോയ ഫോറിൻ താരങ്ങളുടെ പൊസിഷനിലേക്ക് പുതിയ താരങ്ങൾ എത്തുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.